ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ പുറത്തേക്ക് പോകുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ ഇതെല്ലാം അവരെടുത്ത വീഡിയോ ആണ് കേട്ടോ. അവരിങ്ങനെ ഓട്ടോയിൽ വരുന്ന ടൈം എടുത്തതാണ്. ഞാൻ പിന്നെ പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. വ്ളോഗൊന്നും അങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതല്ല കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അങ്ങനെ ഉച്ചക്ക് 1:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണമെന്നേനും കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഞാൻ എത്താൻ വേണ്ടിയിട്ട് 2 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടേനു. അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞാനായിരിക്കും എപ്പോഴും ലേറ്റായിട്ട് എത്താൻ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ. ദിവസങ്ങൾ എന്ന് വെച്ചാൽ ഒരാളെ കുറേയായി കണ്ടിട്ട്, ബാക്കി രണ്ടാളെയും പിന്നെയും കാണലുണ്ട് ഇടയ്ക്കെല്ലാം ഉമ്മാൻ്റെ തറവാട്ടിൽ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായത് ചൊവ്വക്ക് സെക്യൂറ മോളിലാണ് കേട്ടോ. അപ്പോൾ കണ്ണൂരുള്ളവരെല്ലാം ഇവിടെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഈ മസാജിങ് ചെയർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഇരുന്നിട്ടില്ല, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അങ്ങനെ 5 മിനിറ്റ് തൊട്ടിട്ട് അങ്ങനെ ടൈം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, അങ്ങനെ 25 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഇവർ 5 മിനിറ്റ് മതി എന്ന് പറഞ്ഞാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായത്. അങ്ങനെ അവിടുന്ന് ടൈമെല്ലാം സെറ്റ് ചെയ്ത് സെക്യൂറാക്കി വെക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ബഹ്റൈനിലുള്ള ടൈം അവിടെ നിന്ന് ഒരിക്കൽ മസാജിങ് ചെയറിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തീരെ തോന്നിയിട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മൾ മാത്രം ഇരിക്കാണ്ടിരിക്കുമ്പം ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരു കുലുക്കില്ല. വിസ്മയ പോയ പോലെ ഉണ്ട്. കടക്കാടാ തലയിൽ കുറുകിട്ട് വെച്ച്. താലത്തോ കുറുങ്ങി കുറുങ്ങിട്ട് 12 മിനിറ്റ്. അതെ, 15 മിനിറ്റായി. 3-5 മണിക്ക് 15 ആക്കിയതാന്ന് തോന്നി. നിങ്ങൾ 5 തൊട്ടുണ്ട്. നീ ശരിക്കും എന്താ പറഞ്ഞ 5 എന്ന് പറഞ്ഞേ? അയാൾ ഉറക്കത്തിലുണ്ടായിനി, ഉറക്കത്തിൽ വിളിച്ചിട്ടില്ലേ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് ഇനിയും 13 മിനിറ്റ് ബാക്കിയുണ്ട് എന്നിട്ട് അതിൽ കാണിക്കുന്നുണ്ടായത്. അപ്പോൾ അവരങ്ങനെ ടൈം സെറ്റാക്കിയതാന്ന് തോന്നും. പിന്നെ ഇവർക്കൊരു 3-4 മിനിറ്റ് അധികം കിട്ടിയെന്നേ ഉള്ളൂ കേട്ടോ. ഒരു 8-9 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അവർ വന്നിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതെന്താ നിൽക്കാത്തതെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറേ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഇതന്നെയാനും കേട്ടോ പണി. അപ്പോൾ ഇവിടെ ഓരോ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി നല്ല കണ്ണാടിയുള്ള ഷോപ്പെല്ലാം തപ്പി പിടിച്ചിട്ട് നമ്മൾ ഫ്രണ്ട്സ് എന്നാണ് തോന്നുന്നു കേട്ടോ കുറേ ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അവിടുത്തെ കണ്ണാടിയിലൊന്നും അത്ര വലിയ ക്ലാരിറ്റി ഇല്ല, ഒരു ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര വലിയ വൃത്തിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. എന്നാലും നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറേ റീലെടുക്കലും കുറേ ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടേനും കേട്ടോ.
അപ്പോൾ കുറേ ആയി നമ്മളെല്ലാവരും കൂടി ഇതേപോലെ ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ടെല്ലാം. അപ്പോൾ ഇപ്രാവശ്യം ഫോട്ടോൻ്റെ കൂടെ കുറച്ച് വീഡിയോസും കൂടി എടുത്തിരുന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ ഒന്നും വാങ്ങാനില്ലെങ്കിലും ഓരോ ഷോപ്പിലിങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ടേനും കേട്ടോ. പിന്നെ വിചാരിച്ച് എന്തെങ്കിലും കുടിക്കാൻ മറ്റും ചെയ്യാമെന്ന്, തണുത്തത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ ഐസ്ക്രീം കണ്ടപ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ ഐസ്ക്രീം കഴിക്കാമെന്ന്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഓരോ ഫ്ലേവർ നോക്കിയിട്ട് എല്ലാവർക്കും വേറെ വേറെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേറെ വേറെ ഫ്ലേവറാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായത്. അപ്പം ഞാൻ എപ്പം എവിടെ പോയാലും ചോക്ലേറ്റ് വിട്ടിട്ട് കളിയില്ല. അങ്ങനെ ചോക്ലേറ്റ്, ബ്ലാക്ക് കറണ്ട്, പിസ്ത, പിന്നെ സ്ട്രോബെറി, ഇത് നാലുമാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടേനു. ബ്ലാക്ക് കറണ്ട് കുറച്ചൊരു കയ്പ്പ് പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടേനു. പിന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഐസ്ക്രീം കഴിച്ച് കുറേ ടൈം സംസാരിച്ചിരുന്ന് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ പുറത്തേക്ക് പോയി 15 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടല്ലോ. അങ്ങനെ ഫോൺ കേസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ്. എന്നിട്ട് അവിടെ നിന്ന് നല്ല ഫോൺ കേസൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ കുറേ ആയി കേട്ടോ ഫോൺ കേസിന് ഇങ്ങനെ ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങുന്നു, പക്ഷെ നല്ലതൊന്നും കിട്ടുന്നില്ല. അങ്ങനെ എൻ്റെ ഫോണിൻ്റെ ഗ്ലാസ്, ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഉണ്ടല്ലോ, അത് ചേഞ്ച് ആക്കിയിട്ടുണ്ടേനു. അത് ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുണ്ടേനു കേട്ടോ. മോളിങ്ങനെ എടുത്തെറിയലാന്ന് എൻ്റെ ഫോണ്. അങ്ങനെ ഇപ്പം തന്നെ അടുത്ത് 4 പ്രാവശ്യമായിട്ട് ചേഞ്ച് ആക്കി. അപ്പോൾ ഇവിടെ 6 മാസത്തെ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേഞ്ച് ആക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനിൽ നിന്ന് ബ്രോസ്റ്റഡാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. ബ്രോസ്റ്റഡും പിന്നെ ഒരു റോളും വാങ്ങിയിട്ടുണ്ടേനു. പിന്നെ ഇവിടെ പിസ്സ ബഫറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിൽ പിസ്സക്ക് ബർത്ത്ഡേൻ്റെ ഡേ വന്നിനെങ്കിൽ 50% ഓഫർ ഉണ്ടാവുമെന്ന് കണ്ടിന് കേട്ടോ. പക്ഷെ നമ്മളെ ബർത്ത്ഡേ ആരതും ബർത്ത്ഡേ അല്ലേനു നമ്മൾ പോയ ഡേ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആരെങ്കിലും ബർത്ത്ഡേ അന്ന് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിസ്സ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ബുക്കിൻ്റെ ഷോപ്പിൽ കയറിയപ്പോൾ റീൽസിലെല്ലാം വൈറലായ ഒരു ബുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതാ നെസ്റ്റോയിൽ കയറിയിട്ട് കുറച്ച് എന്തെങ്കിലും സാധനങ്ങളെല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. നമ്മളെല്ലാവരും മക്കളെ കൂട്ടാണ്ടാണല്ലോ വന്നത്. എല്ലാവർക്കും മക്കളുണ്ട്. അപ്പോൾ എല്ലാവരും മക്കളെ വീട്ടിലാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അങ്ങനെ ഇതാ കുറേ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടപ്പോൾ നല്ലത് നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വൈറ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, റെഡേ കഴിച്ചിട്ടുള്ളൂ. റെഡ് എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടമായി, വൈറ്റ് കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് അറിയില്ല. പിന്നെ ഇതാ അവക്കാഡോ എല്ലാം ഉണ്ടേനും, കുറേ അവക്കാഡോ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം ഭയങ്കര പച്ചയേനും കേട്ടോ, അതുകൊണ്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എപ്പോൾ അവക്കാഡോ എടുത്താലും ചിലപ്പോൾ അതിങ്ങനെ കേട് വന്നു പോകും. അതുകൊണ്ട് പച്ച കണ്ടാലേ എടുക്കാനൊരു ധൈര്യം ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ യോഗേർട്ട് എടുത്തിട്ടുണ്ടായിന്, മാംഗോ ഫ്ലേവർ വരുന്നത്. നമ്മൾ 4 ആളേനും കേട്ടോ പോയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ 4 ആളും ഞാൻ മാത്രമേ കുറച്ചൊരു ദൂരമുള്ളൂ. ദൂരമെന്ന് വെച്ചാൽ മീൻസ് അവരെ വീട്ടിൻ്റെ അടുത്തല്ല, അവർ 3 ആൾക്കാരും ഒരേ നാട്ടിൽ തന്നെയാണ്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓരോന്നോരോ നോക്കുന്നുണ്ട്. കൂടുതലും ഇങ്ങനെ ചോക്ലേറ്റും കേക്കും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പുറത്തേക്ക് എത്തിയപ്പം ഭയങ്കര ഇരുട് പിടിച്ചിട്ടുണ്ടേനു. മഴ പെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ മഴ പെയ്യൂല എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ പുറത്തുണ്ടായത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും പോയ പോലെയല്ല, തിരിച്ച് വരുമ്പം ഈ ഒരു ബ്രൗൺ പാക്കറ്റില്ലേ, ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു പാക്കറ്റാണ് കിട്ടിയിട്ടുണ്ടായത്. പിന്നെ സഞ്ചിയെല്ലാം പിന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കണം. പിന്നെ അത്രമാത്രം ഐറ്റംസ് ഒന്നും നമ്മൾ വാങ്ങിക്കാത്തതുകൊണ്ട് നമ്മൾ സഞ്ചിയൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഒരു മഴ പെയ്യാനായ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ തിരിച്ച് പോകുമ്പോൾ ഓട്ടോ സ്റ്റാൻഡിലൊന്നും ഒറ്റ ഓട്ടോ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളിങ്ങനെ ഓട്ടോക്കെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കുറേ ടൈം പുറത്തുതന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് കുറച്ച് അങ്ങോട്ടെത്തിയപ്പോഴാണ് എല്ലാവർക്കും ഓട്ടോ കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ അവർ 3 ആൾക്കാരും ഇത് ഒരുമിച്ച് പോയി, ഞാൻ ഒറ്റക്കാണ് കേട്ടോ. ഞാൻ വേറൊരു ഭാഗത്താണ്, ഇവർ 3 ആളും വേറൊരു ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഇതുവരെ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.